നമസ്കാരം. നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം ഇങ്ങോട്ട് തന്നോളി എന്ന് പറഞ്ഞ് കല്യാണരാമനിലെ ഇന്നസെന്റിനെ പോലെ വേസ്റ്റ് ക്ലാസ്സും കൊണ്ട് BJP നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പാർട്ടിക്കും നാടിനും കൊള്ളാത്തവരെയാണ് CPM കഴുത്തിന് പിടിച്ച് പുറന്തള്ളുന്നത്. ജയ് വിളിക്കാൻ ബംഗാളികളെ പോലും കിട്ടാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPM വലിച്ചെറിഞ്ഞ ചവറ്റുകുട്ടയിൽ നിന്ന് പെറുക്കിയെടുത്തെങ്കിലും ആളെ കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJP. സ്വന്തം വീട്ടിൽ പോലും നിർത്താൻ പറ്റാത്ത കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഒരു നേതാവല്ലേ ബിപിൻ സി ബാബു. പുള്ളിയെ BJP ഏറ്റെടുത്തത് എന്ത് സന്തോഷത്തോടെ ആയിരുന്നോ. കിട്ടിയാ കിടന്ന് വായിട്ടലച്ചാലും ആരോടും പറയരുത്, നാണക്കേടാവും. അല്ല, ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ നാടിനും വീടിനും ഗുണമില്ലാത്തവരെ പിടിച്ച് പാർട്ടിയിലേക്ക് കയറ്റാൻ? BJPയിൽ നിന്നിറങ്ങി ഓടി ഇങ്ങിട്ടാ വന്നത് എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് ഓടിക്കേറിയ ഒരു മഹാനുഭാവരു സന്ദീപ് വാര്യർ. പുള്ളിയായിരിക്കും BJPയുടെ നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. വെറുതെ പറഞ്ഞതല്ല, പുള്ളിയുടെ അന്തർധാര ഇപ്പോഴും സജീവമാണെന്നേ. അതല്ലേ പറഞ്ഞത്, ഒരു ഹിന്ദുവായി ജീവിക്കാൻ ആരുടെയും അവകാശം വേണ്ടെന്നൊക്കെ. BJPയിൽ പിന്നെ പാർട്ടി വിരുദ്ധതയും പറഞ്ഞുവിടലും ഒന്നും കാണില്ലല്ലേ. തലയ്ക്ക് തന്നെ വെടിവില്ല, പിന്നെ ആ വാലിന്റെ കാര്യം. പൊതുജന മധ്യത്തിൽ വെച്ച് അവഹേളിച്ചാലും ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാകില്ല. 42 വർഷം ഒപ്പം നിന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞത് BJPയുമായുള്ള ചരടുവള്ളിയുടെ ഭാഗമാണെന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി. അനുനയിപ്പിച്ച് കൊണ്ടുവരാനുമില്ല, ഇറങ്ങിപ്പോയവരുടെ കുറ്റം പറയാനുമില്ല. എന്തായാലും മധു മുല്ലശ്ശേരിയുടെ മധുവിധുവിന്റെ കാര്യമൊക്കെ ഇനി BJP സെറ്റാക്കിക്കോളും. നമ്മളതോർത്ത് ബേജാറാവുന്നില്ല.